അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മുടെ ഫാമിലി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ നല്ലൊരു രീതിയിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ആയിരുന്നു ആദ്യം വിചാരിച്ചിരുന്നു കേട്ടോ. അത് നമ്മൾ 1 മില്യൺ കഴിഞ്ഞപ്പോൾ 2 മില്യണിൻ്റെ സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം എന്താ പറയുക, 2 മില്യണിൻ്റെ സന്തോഷം ഒരു ഭാഗത്തുണ്ട്, അതുപോലെ വേറൊരു, ഞാൻ പറഞ്ഞല്ലോ 2024 എന്ന് പറഞ്ഞാൽ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമുള്ളൊരു ഇതാണ്. ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പം ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ആഘോഷിക്കണം, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഞാൻ ഇതിങ്ങനെ സിമ്പിളായിട്ട് ഈ ഒരു സന്തോഷം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും സന്തോഷമായി. ഒരുപാട് നമ്മൾ 1.9 സംതിങ്ങിൽ ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ നിന്നിരുന്നു. ഇപ്പോൾ അറിയാലോ 1 മില്യൺ ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് റൂയിമോളുടെ ഡെലിവറി കഴിഞ്ഞ സമയത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പം റൂയിമോൾക്ക് 4 വയസ്സാവാറായി. അപ്പോൾ ഇത്രയും സമയം എടുത്തു 2 മില്യൺ ആവാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക്സ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. വേറെന്താ, അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ വീഡിയോ ചെയ്ത സമയത്ത്, കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇത്രയൊക്കെ വിഷമം പോലെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോർണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇതാണ് ആ ഒരു വീഡിയോയിൽ കണ്ടത്. പക്ഷേ ആ ഒരു വ്ളോഗ് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു. സ്കാനിങ്ങിന് പോകാണ്ടായിരുന്നു ഇക്കാക്ക്. അപ്പോൾ പക്ഷെ അത് എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതുകൊണ്ടല്ല വോയിസ് അവിടെ മാറിയത്. പക്ഷെ ഒത്തിരി പേര് ആ ഒരു വ്ളോഗിൽ കമൻസിലാണെങ്കിലും പേഴ്സണൽ മെസ്സേജ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ഒരു കോയിൻസിഡൻസ് പോലെ അവിടെ സംഭവിച്ചു. പക്ഷേ നമ്മുടെ വ്യൂവേഴ്സിന് തന്നെ ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പം അതും ഒരു സന്തോഷം. അപ്പം ഇതൊക്കെയാണ് ഇപ്പം നമ്മളിപ്പം ഒരു 2 മില്യൻ്റെ സന്തോഷം പറയുകയാണ് ഈ ഒരു വ്ളോഗിൽ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളോട് പറയാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞല്ലോ, ലൈക്ക് അവിടെ ഉണ്ട്. ഞാനിങ്ങനെ വ്ളോഗൊന്നും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്ത തന്നെ ഇപ്പം ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലല്ലേ, അതുകൊണ്ടാണ്. പിന്നെ റീനുവിൻ്റെ റിസൾട്ടിൻ്റെ കാര്യം, അതും ഞാനിങ്ങനെ മടിച്ചാൽ ഞാൻ ആ വ്ളോഗിലൊക്കെ ഷെയർ ചെയ്തത്. ആദ്യം വിചാരിച്ച് വേണ്ടെന്ന്, പിന്നെ അവളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ്, ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഇതുവരെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്, അത് പറയാണ്ടിരിക്കുന്നത് വെച്ചിട്ട് അതും ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. സന്തോഷമുള്ള 2024 ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒത്തിരി ഈ ഒരു ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പിന്നെ നമ്മളിങ്ങനെ വീഡിയോയിലൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പലരും ഇങ്ങനെ പറയും, എനിക്ക് അവാർഡ് കിട്ടിയപ്പോഴും ഫങ്ഷൻസിന് പോകുമ്പോഴും മോളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴൊക്കെ അയ്യോ ഇത്താൻ്റെ പോലെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ നമ്മുടെ വ്ളോഗിൽ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊന്നും, മീൻസ് ബിഹൈൻഡ് കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. എന്തായാലും എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. എന്തായാലും നമ്മൾ അതിൻ്റെ പുറകെ നടക്കുന്നില്ല. എന്തായാലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ മൂഡ് ഓഫ് ആയി നടക്കാനോ നമ്മൾ കാര്യങ്ങൾ നടക്കാണ്ടിരിക്കാനോ മീൻസ് അതിൻ്റെ പുറകെ നടക്കാറില്ല. കാരണം ഞാൻ പലപ്പോഴും പല വ്ളോഗ്സിലും പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ നല്ല റീസൺ ആയിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം എല്ലാം നല്ലതിനെന്ന് വിചാരിക്കുക. പിന്നെ ഇന്നത്തേക്കുള്ളത് ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കുക, നാളെ എന്താണെന്നുള്ളത് പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. പലപ്പോഴും പലരോടും പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിലുള്ള കുറേ ആൾക്കാരുണ്ടാവും, നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഞാനിങ്ങനെ വീഡിയോസൊക്കെ പറയുന്ന സമയത്ത് പലരും മെസ്സേജ് അയക്കാറുണ്ട്, ഇത്താൻ്റെ സിറ്റുവേഷൻ പോലെ തന്നെയാണ് എൻ്റേതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പം ഒരു ചെറിയൊരു സന്തോഷം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ വ്ളോഗ് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് കാണുമ്പോഴൊക്കെ. എന്തായാലും ഇത്രയും സിറ്റുവേഷൻസിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ സ്റ്റാൻഡ് അവിടെ നിന്ന് വിട്ടു പോകുന്നു. ഞാൻ ഫോൺ വീഴുന്നു വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ പിടിച്ചിട്ടുണ്ട്, വേണ്ട ഓക്കെ. ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ മീൻസ് സംസാരിച്ച് ചെയ്യാത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഫോൺ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിട്ട് സംസാരിക്കുന്നു. ഫോണായിരുന്നു വീണു. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു തന്നെ, അപ്പോൾ ഞങ്ങൾ ആരും ഇപ്പോൾ അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ കാര്യങ്ങളുണ്ടെന്ന് വിചാരിച്ച് നമ്മളതിങ്ങനെ ആലോചിച്ചിരിക്കാറൊന്നുമില്ല. നമ്മളെല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ നടക്കും. എല്ലാം ഇൻഷാ അല്ലാഹ് അതിൻ്റെ മീൻസ് എല്ലാം നല്ലതിനായിരിക്കും, എല്ലാം പോസിറ്റീവായിട്ട് വരാൻ എല്ലാവരും ദുആ ചെയ്യുക. പിന്നെന്താ,
പിന്നെ അതുപോലെ നമുക്കിങ്ങനെ ഒരു അസുഖമൊക്കെ വരുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളവർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നവും അസുഖം വരുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ജോലീൻ്റെ പ്രശ്നം. അതായത് ഇങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഓഫീസിൽ പോകാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പം അവർക്ക് അവരുടെ ജോബ് പോകും, അങ്ങനെയുള്ള ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പം ഇക്കാന കേസിലാണെങ്കിൽ അൽഹംദുലില്ലാ അന്ന് തൊട്ടിട്ട് ഇക്കാന ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അന്ന് തൊട്ടിട്ട് ഇന്ന് വരേക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു അവിടുന്ന്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നുള്ള ടെൻഷൻ ഉണ്ടായിട്ടില്ല ഇതുവരേക്കും. അൽഹംദുലില്ലാ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ഇതേ കുറച്ച് മാസങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മാത്രമേ ഓഫീസിൽ പോകാറുള്ളൂ. പക്ഷെ ഇപ്പോഴും അവർ പറയാണ് ഓഫീസിൽ വരണ്ട എന്ന്. അത്ര വരെ സപ്പോർട്ടാണ്. അത്രയ്ക്കും ആ ഭാഗത്ത് എങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഓഫീസിൽ പോയി വരാറാണ്. പക്ഷെ അത് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. കാരണം നമുക്ക് ആ ഒരു ജോലി അവിടെ തന്നെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അതേപോലെ നടക്കുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നും ക്ലിയർ ആണ്, സന്തോഷമാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻസ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്കുള്ള ടെൻഷൻ, പിന്നെ നാട്ടിൽ കുറേ ആൾക്കാർക്കൊന്നും അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ കാര്യം മൊത്തത്തിൽ എനിക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല. എന്നാലും ഇതൊക്കെയാണ് ഇങ്ങനെ സിറ്റുവേഷൻ. ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബാക്കി വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സിൻ്റെ സന്തോഷം പറയാണ്. അതുപോലെ എൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സംസാരം ഇവിടെ വെച്ച് നിർത്താം. റൂയി എന്താ എവിടേക്ക് പോണു റൂയിമോള്? ആ ഓക്കെ റൂയിമോള് ആരെടുത്തേക്കാ പോന്നേ? ചിരിച്ചേ ഫോട്ടോ 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 ഫോട്ടോ. വേണ്ട, റൂയി എപ്പോഴും കരഞ്ഞോണ്ടാട്ടോ. റൂയി ചീ കുട്ടിയാണ്. റൂയി ചീ കുട്ടിയാണോ ആ കുട്ടിയാണോ? ഓക്കെ ഓക്കെ വേണ്ട. ഓക്കെ, നമ്മളിപ്പോൾ എവിടെ എത്തി? നാഷണൽ പെയിൻസിൻ്റെ അവിടെ എത്തി. ഓക്കെ, നമ്മൾ ദുബായിലോട്ടാണ് പോകുന്നത്, പ്രൈം ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതാ ഇക്കാടെ ഹോസ്പിറ്റലിൽ എത്താനായിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കേട്ടോ, ഞാൻ പലപ്പോഴും പല വ്ളോഗ്സിലും കാണിച്ചിട്ടുണ്ട് പ്രൈം ഹോസ്പിറ്റൽ. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര ഹാപ്പി മൂഡിലാണ് പോകുന്നത്. എന്താവോന്നാവോ അറിയില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം നല്ലതിനാവും ഇൻഷാ അല്ലാഹ്. എവിടേക്കാ? ഹോസ്പിറ്റലിൽ പോയി കണ്ട് ഹോസ്പിറ്റലാന്ന് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ റൂഹിക്ക് വലിയ താല്പര്യമില്ല ഇങ്ങോട്ട് വരാൻ. ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് വർഷാക്കാൻ്റെ വീട്ടിൽ പോകട്ടെ. ഞാൻ എൻ്റെ കസിൻ, എൻ്റെ അമ്മാവിൻ്റെ മോനും വൈഫും ഇവിടെ ഉണ്ട്. വൈഫ് നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പം അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വീട്ടിൽ പോകണോ? അപ്പൊ ജോമോനെ കാണാൻ പോണ്ടേ? ആ എന്താ? അപ്പോൾ ഹോസ്പിറ്റലിനകത്ത് കയറി വീണ്ടും വെറുതെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു റൂഹി. അപ്പോൾ പിന്നെ അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ കുറച്ച് നേരം അത് കഴിയുന്നവരെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ റീനോട് മാനേജ് ചെയ്യാൻ പറഞ്ഞു. റീനും റോസും റൂഹിയും കൂടി അവിടെ അതൊക്കെ കഴിച്ചിരിക്കാൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ പ്രേയർ റൂമിൽ പോയി ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഡോക്ടർക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇക്ക കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡോക്ടറെയാണ്. അരുൺ കരൺവാൾ എന്നാണ് പേര്. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലാണ്. പിന്നെ ഡോക്ടറാണെങ്കിൽ ഭയങ്കര ഒരു സൈലൻറ്റ് നേച്ചറാണ്. പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന നല്ലൊരു ഡോക്ടറാട്ടോ. അതുപോലെ തന്നെ ഈ ഡോക്ടറുടെ ടീമിലുണ്ട് വേറെ 2 നേഴ്സുമാർ, സ്മിഞ്ചു നേഴ്സും അതുപോലെ മെയിൽ നേഴ്സായിട്ട് മുഹമ്മദ് നേഴ്സും. 2 പേരും അടിപൊളിയാണ്, നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഫെർദർ ട്രീറ്റ്മെൻറ്റ് നാട്ടിലാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം അതിനായിട്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി കാണണം. എല്ലാത്തിനും കൂടി ആയിട്ട് നാട്ടിലേക്ക് പോവാണ് ഇൻഷാ അല്ലാഹ്. അതൊക്കെ ഞാൻ ഇനി അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ, ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട്. കൂടാണ്ട് ഇപ്പോൾ ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എൻ്റെ കസിൻ്റെ റൂമിലോട്ട് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മാവിൻ്റെ മോൻ്റെ വൈഫ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അവരൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. റൂയിമോൾ ഇവിടെ വരുന്നവരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. റൂയിമോൾക്ക് പിന്നെ ഒറ്റയ്ക്ക് നിന്ന് വേറൊരു അവളെ ഏജിലുള്ള വേറെ കുട്ടീനെ കാണുമ്പോഴുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ലേ, നമ്മൾ അവരെ നോക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ. റോസു ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് റോസുവിന് അവനെ. ഇതാണ് അമ്മാവൻ്റെ മോൻ്റെ കുട്ടി. അപ്പം കുട്ടിയാണെങ്കിലും സോമോൻ എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മളോടൊക്കെ ഭയങ്കര കമ്പനിയാണ്. വല്ലപ്പോഴും മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഭയങ്കരമായിട്ടോ നമ്മുടെ അടുത്തേക്കൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ റൂഹിക്ക് അതൊന്നും പറ്റുന്നില്ല.
റൂയി മാത്രമല്ല നമ്മൾ ഇതിൽ ഏറ്റവും ചെറിയ കുട്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കെയറാണ് അവൾക്ക്. അങ്ങനെ കൊടുത്തിട്ട് വേറൊരു കുട്ടീനെ കാണുമ്പോഴുള്ളൊരു പ്രശ്നമില്ല, അതാണ്. അങ്ങനെ പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഒന്ന് സെറ്റായിട്ടോ, ഭയങ്കര കമ്പനിയായി രണ്ടുപേരും കൂടി. ഇനി കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് ഒരു പ്രീ ഇനോഗ്രേഷനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹിന്ദ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയ ഔട്ട്ലെറ്റിൻ്റെ പ്രീ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എൻ്റെ കൂടെയും കണ്ടിട്ട്. പിന്നെ ടിക്ടോക്കിലൊക്കെ ആൾ സ്റ്റാറാണ്, ഷഫ്രീൻ. അപ്പം അവളെ കൂട്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ ടാക്സിയിലാണ് പോയത് കേട്ടോ. ഷഫ്രി കുറേ നാളായിട്ട് നാട്ടിലായിരുന്നു. ഇപ്പം വെക്കേഷൻ്റെ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു. ഇപ്പോൾ തിരിച്ചു പോകാൻ സമയമായി, ഞാനും നാട്ടിലേക്ക് പോവുകയാണ് ഇൻഷാ അല്ലാ. അപ്പം അതിനു മുമ്പ് നമ്മൾ ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം രണ്ടുപേർക്കും സമയമില്ല. അപ്പോൾ അങ്ങനെ ആയിട്ട് ഈ ഒരു ഇതിന് പോകുമ്പോൾ നമുക്ക് സംസാരിച്ച് പോകാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അൽഹിന്ദ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ 9th ഔട്ട്ലെറ്റ് ബർദുബായ് സെൻട്രൽ മോളിനകത്ത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രീ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു വെൽക്കമിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊന്നും. അപ്പോൾ ഇത് ഷഫ്രി എടുത്തതാണ്. നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു വീഡിയോ എടുക്കണമെന്നൊന്നും. ഈ മദീന ഗ്രൂപ്പിൻ്റെ ആണ് ഈ അൽഹിന്ദ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും വലിയൊരു ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ മദീന ഗ്രൂപ്പിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്, ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് കണ്ട ആൾക്കാരാണെന്ന് തോന്നിയില്ല. ഒരുപാട് നാളായിട്ട് പരിചയമുള്ള ആൾക്കാരെ പോലെ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു തോന്നിയത്. ഭയങ്കരമായിട്ട് ഞാൻ ഇമ്പ്രസ്ഡ് ആയിപ്പോയി. അതെടുത്ത് പറയേണ്ടതുമാണ്. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് ആൾക്കാർ. എല്ലാവരും വീഡിയോയിൽ നിന്നിട്ടൊന്നുമില്ല, എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജ്വല്ലറി വീഡിയോസൊന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 1 മിനിറ്റിൻ്റെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇനോഗ്രൽ ഓഫേഴ്സ് ഉണ്ട്. അതിൽ 10 പേർക്ക് 500 ദിറംസിൻ്റെ ഷോപ്പിംഗ് വൗച്ചർ അവൈലബിൾ ആണ് ഇനോഗ്രൽ ഓഫറായിട്ട്. അതുപോലെ തന്നെ ഒരു ഡയമണ്ട് നെക്ലേസ് വിൻ ചെയ്യാനുള്ള നല്ലൊരു അവസരം കൂടിയുണ്ട്. മെയ് 31 വരെയുള്ളൂ ഈ ഓഫേഴ്സ് മിസ്സാക്കണ്ട. പിന്നെ 0% മേക്കിംഗ് ചാർജിൽ നല്ല അടിപൊളി ചെയിൻസൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതും ഈ മാസം ലാസ്റ്റ് വരെ ഉള്ളൂ. അപ്പോൾ ഇനോഗ്രൽ ഓഫേഴ്സാണ്, മിസ്സാക്കണ്ട. പിന്നെ കുറേ പേർക്കൊന്നും വീഡിയോയിൽ മുഖം കാണിക്കുന്നതിൽ താല്പര്യമില്ല. പക്ഷെ അവരൊക്കെ എന്നോടുള്ള സംസാരം എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ എൻ്റെ വീഡിയോസ് കണ്ടറിയുന്നതുകൊണ്ട് തന്നെ എന്നെ നന്നായിട്ട് അടുത്തറിയാവുന്ന ആൾക്കാരെ പോലെയാണ് സംസാരിക്കുന്നത്. എനിക്കാണെങ്കിലും അവരോട് സംസാരിക്കുമ്പം ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നിയേ ഉണ്ടായിരുന്നില്ല. അത്രയും കൂളായിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ ഇനോഗ്രൽ ഫംഗ്ഷൻസിനൊന്നും പോകാറില്ല. പക്ഷേ ഇത് എന്തുകൊണ്ടോ ഞാൻ പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഓക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പം വന്നത് നന്നായെന്ന് തോന്നി. കുറേ ആൾക്കാർ പരിചയപ്പെടാൻ പറ്റി. ഒത്തിരി സന്തോഷമായിട്ടോ വന്നത്. അപ്പം നല്ലൊരു ഡേ ആയിരുന്നു. അതെടുത്ത് പറയേണ്ടതായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായിട്ടോ ഈ ഒരു ഫംഗ്ഷന് വന്നുകൊണ്ട്. ഇതാണ് ആ ഒരു ഫംഗ്ഷൻ്റെ ചെറിയൊരു റീല്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. എനിക്ക് വീഡിയോഗ്രാഫർ എടുത്തു തന്നിട്ടുള്ള വീഡിയോ ആണ്. അത്രയും ക്രൗഡിൻ്റെ ഇടയ്ക്ക് അവർ അത്രയും നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം എടുത്തു നമ്മൾ, കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്. അപ്പം ഈ ഒരു റീല് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അതിൽ ഞാൻ വോയിസൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു റീലിൽ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വോയിസ് ഇപ്പോൾ ഇതിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം ഗോൾഡൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ബർദുബായിലുള്ള സെൻട്രൽ മോളിനകത്തുള്ള അൽഹിന്ദ് ഗോൾഡൻ ഡയമണ്ട്സ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകുന്നുണ്ട് ഇൻഷാ അല്ലാ. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ഞാൻ തരാം ഇൻഷാ അല്ലാ. പിന്നെ നാളെ റീനുവിൻ്റെ സ്കൂളിൽ ഫെലിസിറ്റേഷൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അതിൻ്റെയും അപ്ഡേറ്റ്സ് ഞാൻ തരാം. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.